friends, this is our channel Daily Vlogs by Krishna. ഇന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറേ ദിവസമായി ഹെയർ കെയർ ചെയ്തിട്ട്. അതിന്റെ കാരണം വേറൊന്നല്ലായിരുന്നു, എനിക്ക് പനി പിടിച്ചു, കുറച്ച് അത്യാവശ്യം നന്നായിട്ട് പനിച്ചു. അപ്പോൾ അതിന് ശേഷം കുറച്ച് ദിവസം തൊണ്ടവേദനയും അതേപോലെ ജലദോഷം, ചുമ, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും മാറുന്നുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഹെയർ പാക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഹെവി ആയിട്ട് തന്നെ ഹെയർ ഓയിലിംഗ് ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ ഇന്നും അത് തന്നെ ചെയ്തിട്ടാണ്. ഞാൻ കുറച്ച് ദിവസമായി ഓയിലൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഹെവി ആയിട്ട് ഓയിലിംഗ് ചെയ്തിട്ട് നമുക്ക് പാക്കിൻ്റെ മേക്കിങ്ങും അതേപോലെ അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ കാണിക്കാം കേട്ടോ. ഇത് പണ്ട് ഞാൻ ഈ വീഡിയോ എൻ്റെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് തന്നെ മുടി വരുന്നത് കേട്ടോ, കുറേ മുടി വരുമായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്, ഒരു മുടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതേപോലെ നോർമൽ ആയിട്ടുണ്ട്, വളരെ നോർമൽ ആയിട്ടുണ്ട്. ഹെയർ ഫോൾ 1-2 മുടി വരും എന്നല്ലാണ്ട് എനിക്ക് അതൊക്കെ നോർമൽ ആയിട്ട് എല്ലാവർക്കും പോകുന്നതാണ്. നമ്മുടെ ഹെയറിന് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊഴിഞ്ഞു പോകും. അപ്പോൾ 1-2 മുടി ഒന്നും പൊഴിയുന്നത് അത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ട, അതെല്ലാവർക്കും ഉള്ളതാണ്, നോർമൽ തിങ് ആണ്. അപ്പോൾ എനിക്കിപ്പോൾ വളരെ നന്നായിട്ട് ഹെയർ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ നന്നായിട്ട് ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ പുതിയ മുടി നന്നായിട്ട് വളരുന്നുണ്ട്. ഇങ്ങനെ ആക്കിയാൽ തന്നെ കാണാൻ പറ്റൂ. ഈ പൊന്തി നിൽക്കുന്നൊക്കെ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ആണ് കേട്ടോ. എനിക്ക് പൊതുവെ ഫ്രണ്ടിൽ ഹെയർ കുറവാണ് കേട്ടോ. അത് ഞങ്ങളുടെ പാരമ്പര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അച്ഛൻ വീട്ടിലെല്ലാവർക്കും ഫ്രണ്ടിൽ ഹെയർ കുറവാണ്. അപ്പം എനിക്കതേ വലിയ തെറ്റിയാണുള്ളത്. ഫ്രണ്ടിൽ ഹെയർ എനിക്ക് പൊതുവെ കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എങ്ങനെയാ പാക്ക് ഉണ്ടാക്കണ്ടേന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. ആയി നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാം. ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഉലുവയാണ് കേട്ടോ. എൻ്റെ ഹെയർ കെയറിൽ എനിക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്തൊരു സാധനമാണ് ഉലുവ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ കാണുമായിരിക്കും. ഞാൻ ഇത്രയും ഉലുവ എടുക്കാറുണ്ട്. അവനവൻ്റെ ഹെയറിന് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. ഇത്രയും ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുമായിരിക്കും ഇത്. അപ്പോൾ അത്രയും കൂടി കരിഞ്ജീരകവും കൂടി ആഡ് ചെയ്തിട്ട് ഇത് വെള്ളത്തിലിട്ടിട്ട് ഒരു നൈറ്റ് ഫുള്ള് വെക്കണം. കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, എങ്കിലും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഓവർ നൈറ്റ് ഇരിക്കുമ്പോൾ അതുപോലെ ഉലുവയൊക്കെ വീർത്ത് വലുതായിട്ട് വരും. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത് വേറൊന്നല്ല, കറിവേപ്പിലയാണ്. കറിവേപ്പില എന്തൊക്കെ ഗുണങ്ങളുള്ള സാധനമാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. ഒരു പിടിയോളം കറിവേപ്പിലയാണ് ഞാൻ എടുക്കുന്നത്. ഇത് നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം സ്കാൽപ്പിലും പിന്നെ ഹെയറിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. തലയിൽ തേക്കാനുള്ള എളുപ്പത്തിനാണ് ഞാനിങ്ങനെ തിക്കായിട്ട് അരച്ചെടുത്തത്. ഇത് ഉലുവ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കട്ടയായി പോവും. അപ്പോൾ തല ഡ്രൈ ആവണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നനച്ചു കൊടുത്താൽ മതി കേട്ടോ. ബാത്റൂമിൽ പോയിട്ട് മൊത്തം അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് നനച്ചു കൊടുത്താൽ അങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആയി പോവില്ല കേട്ടോ. ഉലുവ നമ്മൾ അരച്ച് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര തിക്കായിട്ട് വരും. ഉലുവ ഭയങ്കരമായിട്ട് ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നന്നായിട്ട് ഡ്രൈ ആയി പോവാണ്ട് ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് കുറച്ച് വെള്ളം കപ്പിലെടുത്തിട്ട് ഹെയറിൽ നനച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ കിച്ചണിൽ നിന്നിട്ടാണ് കേട്ടോ വീഡിയോസ് എടുക്കാറ്. അപ്പം ഞാൻ തൊട്ട് മുന്നെയാണ് അവിടെ അടിച്ചു വാരി തുടച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് താഴെ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് ബാത്റൂമിലേക്ക് പോയി കേട്ടോ. ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. കടുത്ത ഹെയർ ഫോളൊക്കെ ഉള്ള ആൾക്കാർ ഒരു 1 വീക്ക് തുടർച്ചയായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹെയർ ഫോൾ മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ മാസ്ക്. ഇതിനി ഒരു 20 മിനിറ്റ് തലയിൽ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരു നമുക്ക് പറ്റുന്ന അത്രയും തലയിൽ വെക്കുക. ഇത്ര സമയം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് നേരം തലയിൽ വെച്ചിട്ട് വാഷ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. പിന്നെ ഈ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഹെയർ ഡ്രൈ ആയിട്ട് എങ്ങനെയുണ്ടെന്ന് കൂടെ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ റിസൾട്ട്
അതായത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് മുടി ഇങ്ങനെ വളർന്നു, അല്ലെങ്കിൽ ഒറ്റയടിക്ക് മുടി എൻ്റെ ഹെയർ ഫോൾ നിന്നു, അങ്ങനെയൊന്നും അല്ല. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കും. അതായത് ഒന്നിലൊന്ന് തൊടാണ്ട് കുറച്ച് ഭംഗിയിൽ നമ്മൾ ഹെയർ സ്പാ ഒക്കെ ചെയ്താൽ നമ്മളെ മുടിക്കൊരു മാറ്റം വരുമല്ലോ, അതേപോലൊരു മാറ്റം നമുക്ക് ഉലുവയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഹെവി ആയിട്ടുള്ള പാക്ക് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതുകൂടി അവസാനം കാണിക്കാം കേട്ടോ. അപ്പൊ ഇതാട്ടോ ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷമുള്ള ഹെയർ. നല്ല എന്താ പറയാ, നമ്മളൊരു ഷാംപൂ വാഷ് ഒക്കെ ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ഹെയറിന് കിട്ടും. അതേപോലെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്ന മുടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിട്ട് വിട്ട് ഓരോന്നോരോന്ന് വിട്ട് വിട്ട് നിൽക്കുന്ന ഒരു ഇതിലേക്ക് വരും കേട്ടോ നമ്മുടെ മുടി. നല്ലതാണ് ഹെയറിന് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ തരത്തിലുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.